IPL-മായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഡൽഹി ലക്നൌ ടീമുകളുമായി ബന്ധപ്പെട്ടതാണ്. IPL-ന് തൊട്ടു മുൻപ് ലക്നൌവിന് ഒരു തിരിച്ചടി എന്നോണം കഴിഞ്ഞ സീസണിലെ കണ്ടെത്തലായ സ്പീഡ് സ്റ്റാർ മയങ്ക് യാദവ് ഈ വർഷത്തെ IPL-ന്റെ ആദ്യ പകുതി കളിക്കാൻ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് ESPN പുറത്തുവിട്ടിട്ടുണ്ട്. ബാക്ക് ഇഞ്ചറി മൂലം പുറത്തിരിക്കുന്ന താരം ഇതുവരെ റിക്കവർ ആകാത്തതോടെയാണ് ലക്നൌവിന് താരത്തിന്റെ സർവീസ് ലഭിക്കാതെ പോവുക. തുടർച്ചയായി 150-ന് മുകളിൽ എറിയാനുള്ള കഴിവുകൊണ്ട് കഴിഞ്ഞ സീസണിൽ മയങ്ക് യാദവ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. 2024 സീസണിൽ വെറും 20 ലക്ഷം അടിസ്ഥാന വിലയിൽ എടുത്ത താരത്തെയായിരുന്നു 2025-ൽ 11 കോടി മുടക്കി ലക്നൌ റീറ്റെയിൻ ചെയ്തത്. ഇനി ഡൽഹിയുടെ കാര്യം നോക്കിയാൽ പുതിയ റിക്രൂട്ടായ KL രാഹുലിന് ഡൽഹിയുടെ 1-2 മത്സരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താരത്തിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ റീസൺസ് മൂലമാണ് ഇവിടെ മാച്ചസ് നഷ്ടപ്പെടുക. ഇതുവരെ ക്യാപ്റ്റൻസി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഡൽഹി രാഹുൽ, അക്ഷർ പട്ടേൽ എന്നിവരിൽ ആരെ ക്യാപ്റ്റനാക്കുമെന്ന സംശയം ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടതാണ്. ടീം അവരുടെ പുതിയ ജേഴ്സി ക്യാപ്റ്റൻ രജത് പട്ടിദാർ വഴി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കാര്യമായ ചേഞ്ചസ് ഇല്ലാതെ പഴയ അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് RCB ഇത്തവണയും കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ RCBയെ സംബന്ധിച്ച് ഏറ്റവും വൈറലായി മാറിയത് മുൻ CSK താരം അമ്പാട്ടി റായുഡു നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ RCB ഇത്തവണ കപ്പടിക്കരുത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു റായുഡു നടത്തിയത്. ഇതിനെതിരെ അത്ര നല്ല റെസ്പോൺസ് അല്ല താരത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്.